അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഫുൾ ഡേ റുട്ടീൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ ഒരു ബിസിനസ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്തിട്ടില്ലേ, അത് കുറേ നാളെൻ്റെ സ്റ്റാഫിൻ്റെ ഇല്ലാന്ന് ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ എന്താ പറയുക, എന്നിട്ടത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരില്ല, അതിൻ്റെ സ്ക്രീന് പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ ആ ഫോൺ ഉപയോഗിക്കലേ ഇല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വിചാരിച്ചു അത് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ കൊണ്ടുപോയിട്ട് ശരിയാക്കിയേ. പക്ഷേ അതിൽ ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിനി. മാക്സി വേണം, സൽവാർ വേണം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട്, ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ബോഷിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് അങ്ങനെ കുറേ മെസ്സേജ്. അപ്പം ഞാൻ ചോദിച്ചു, പഠിച്ചവനെ കുറേ നാൾ മുമ്പേ ഉള്ള മെസ്സേജസ്സാണ്. സോറി ഏട്ടാ, അതിൻ്റെ സ്ക്രീന് പോയോണ്ടാണ് നമുക്ക് റീപ്ലൈ തരാൻ കഴിയാണ്ടെന്ന്. അതുപോലെ തന്നെ മാക്സിന് സൽവാറിൻ്റെ എല്ലാം ഞാൻ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ. ഇപ്പം ഒരു 3-4-5 മാസമായിട്ടുണ്ടാവില്ലേ ഞാനത് ചെയ്യാത്ത. അങ്ങനെ പിന്നെ കുറേ നാൾ ആ സമയം തന്നെ കുറേ നാൾ സ്റ്റാഫിൻ്റെ കയ്യിലാണ് ആ സിം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ സോറി, വീഡിയോയിലൊന്ന് ക്ലിയർ ആക്കണമെന്നുണ്ടായിട്ടുണ്ടായിന്. പിന്നില്ലേ, രാവിലെ എണീച്ച് പതിപോലെ തന്നെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിതാ കോഫിയാണ് ഉണ്ടാക്കൽ. ഞാൻ എൻ്റെ രാവിലത്തെ റൂട്ടീനെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ, പാല് വാങ്ങുന്നതും കാര്യങ്ങളും എല്ലാം. അതുപോലെ പാലെല്ലാം വാങ്ങി തിളപ്പിച്ച് എല്ലാം എടുത്ത ശേഷം ഒന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇതാ കോഫി, എനിക്ക് ഉക്കാക്കുള്ള കോഫി ഉണ്ടാക്കലാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പം ടിഫിൻ ബോക്സിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അധികം അവർ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് കഴിക്കൽ. ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ടിഫിനിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ഉണ്ടാക്കിയെടുക്കേണ്ട ദിവസമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെൻ്റെ വീഡിയോസിന് ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനിയിപ്പോൾ ഇതാ ഞാനും ഒക്കെയും കൂടിയിട്ടൊന്ന് ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈമുള്ള ദിവസമാണ്. ഞാൻ രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ടായിനി. ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിതാ ടിഫിൻ ബോക്സിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കലാണ്. ഇങ്ങനത്തെ ടിഫിൻ ബോക്സ് ആകുമ്പോഴേ ഒരു ബെൽറ്റിനുള്ളിലെല്ലാം എന്തായാലും കച്ചറയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കുക. എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ തിളച്ച വെള്ളം ഉപയോഗിക്കുമ്പം ഉരുകിപ്പോവില്ലേ, ടിഫിൻ ബോക്സ് പെട്ടെന്ന് മോശമായി പോവില്ലേന്ന്. ഇല്ല കേട്ടോ, ടിഫിൻ ബോക്സ് ആയാലും പാത്രങ്ങളായാലും ഡ്രസ്സായാലും മാക്സി ആയാലും എല്ലാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, നല്ല മീഡിയം ലെവലിൽ വരുന്നതുണ്ട്, അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ടിഫിൻ ബോക്സ് ഒന്നും ഞാനിപ്പോൾ 2 വർഷത്തോളമായില്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം പ്രൈസ് കുറഞ്ഞതുണ്ടാവും, കൂടിയതുണ്ടാവും, എന്നാലേ നമുക്ക് ചെറിയ പ്രൈസിൻ്റെ അതുണ്ടാവും, അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടിയും കുറഞ്ഞും വരും കേട്ടോ. അപ്പം ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങളും, അങ്ങനെ. പിന്നില്ലേ ഞാനിതാ നൂൽപുട്ടിൻ്റെ മാവെല്ലാം കുഴച്ച് ഇനിയിപ്പം നൂൽപുട്ട് ചുട്ടെടുക്കലാണ്. ഇവിടെ ഇല്ലേ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ചെയ്തെടുക്കും, കുറച്ച് തേങ്ങ ഇടാണ്ട് ചെയ്തെടുക്കും. ഇക്കാക്ക് തേങ്ങ ഇട്ടത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ തേങ്ങ ഇടാത്തതാണ്. ഇപ്പം ഇക്കാക്ക് വേണ്ടിക്ക് ചെയ്തെടുക്കുന്നത്, മക്കൾക്ക് തേങ്ങ ഇട്ടത് തന്നെയാണ് ചെയ്തെടുക്കുന്നത്, അങ്ങനെ. പിന്നെന്താ, നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴേ ആ ഒരു നേരിയ അച്ചുണ്ടാവില്ലേ, നേരിയ അച്ചിൽ നമ്മൾ അച്ചെന്നു പറയൽ ഉണ്ടാക്കുമ്പോൾ എന്നിട്ടാ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഞാനധികം വാഴയിലയിൽ ഉണ്ടാക്കലുണ്ട്. വാഴയിലാവുമ്പം കുറേ പണിയല്ലേ, ഇതിലാവുമ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ബുഹൂറിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിനി, അതേതാ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. ഞാനില്ലേ കുറച്ച് കഴിഞ്ഞാൽ ഈ പണികളെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടേ, ക്ലിയർ ആക്കി തരാം, അങ്ങനെ. അപ്പോൾ ഇതാ നൂൽപുട്ടെല്ലാം ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കറി ഉണ്ടാക്കലാണ്. കറിയിൽ ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്രീൻ പീസിലേക്ക് 2-3 പച്ചമുളകും, 1 കപ്പ് ഗ്രീൻ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചെറിയ പീസ് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ലേ, അതും കൂടി നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്തതിനാൽ. എന്നിട്ടൊരു 6 വിസിൽ വരെ വേവിച്ചെടുക്കും.
പിന്നെ ഞാൻ 3-4 വർഷം മുന്നേ ഒരു ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടില്ലേ, അത് മാഷാ അല്ലാ ഇപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്തിയിട്ടുണ്ടായിനി. ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോക്കാട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. അതിനിടയിൽ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നൂൽപുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതിനിടയിൽ ഞാൻ അപ്പുറം പോയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പം ഇവിടെ തന്നെ നിന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്യില്ല, ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് തീർക്കാൻ നോക്കലുണ്ട്. പിന്നെ ചെറിയ പീസാക്കിയിട്ട് എൻ്റെ കയ്യിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടായിന്. ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ അത് ഞാനങ്ങ് മാറ്റി വെക്കും. കാരണം ബിരിയാണിയിലെല്ലാം ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ ആരും കഴിക്കില്ല, അതങ്ങനെ വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ മാറ്റി വെക്കലാന്ന്. കാര്യം ഫ്രൈഡ് റൈസോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രീം പീസ് കറിയിൽ ഉണ്ടാക്കുമ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കുമ്പോൾ അവർ കഴിച്ചോളും. അങ്ങനെ അതിന് വേണ്ടിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മൊമോസ് അങ്ങനത്തെ എന്തുണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ഈ ഒരു പീസ് നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേറെ തന്നെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ മാറ്റി കൊടുക്കലാണ്. അപ്പം എന്താ ഇനിയിപ്പം ചിക്കനും കൂടി ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ടിഫിൻ ബോക്സും കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലാവുന്ന കച്ചറിയും കാര്യങ്ങളെല്ലാം നേരം തന്നെ ഞാൻ ക്ലീൻ ആക്കലുണ്ട്. തലേദിവസം തന്നെ നമ്മൾ കിച്ചണ് ക്ലീൻ ആക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തലേദിവസം നമ്മൾ കിച്ചണ് ക്ലീൻ ആക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കുക്ക് ചെയ്യാനും മടി ഉണ്ടാവില്ല, ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വാരി വലിച്ചിട്ട അവസ്ഥ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുകയും ചെയ്യില്ല. ഈസി ആയിട്ട് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പുറത്തു പോകാൻ പറ്റും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഞാൻ നൂൽപുട്ട് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഒരു വ്ളോഗ് ചെയ്തത് ഒരു പാർട്ടി ഫുഡ് ഐറ്റംസ് അല്ലേ, കാണാത്തവർ കണ്ടോക്കാം. അങ്ങനെ പിന്നെ ഞാനിൽ ഒരു ടൈപ്പ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ ആ ടൈപ്പ് ഫുഡ് ഉണ്ടാക്കില്ല. ഇപ്പം നൂൽപുട്ട് കുറേ നാൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാണ്ട് നിൽക്കുക, മറന്നു പോകും. ഞാനിപ്പം നൂൽപുട്ട് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ദോശൻ്റെ കാര്യമായാലും പത്തിലിൻ്റെ കാര്യമായാലും. അങ്ങനെ പത്തിലുണ്ടാക്കില്ലെങ്കിൽ കുറച്ച് നാൾ അങ്ങനെ പത്തിലുണ്ടാക്കാണ്ടിരിക്കുക. പത്തിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പത്തിലായിരിക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്പ്പത്തിരി ആയിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇത് അടുത്ത ട്രിപ്പും കൂടി ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഷെയർ ആക്കാം. നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിൽ നമ്മൾ പാരൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ല അങ്ങനെ തോന്നുന്നുണ്ടാവില്ലേ, നമ്മൾ അധികം പേർക്കും തോന്നുന്നുണ്ടാവും. അപ്പം ഇല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം ആ തിരക്കിലാവുമ്പോൾ നമ്മളെ കുട്ടികളുടെ പഠനം കൃത്യമായിട്ട് നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഇല്ലേ, അങ്ങനെയുള്ള പാരൻസിന് ഒരു നല്ലൊരു ഓപ്ഷനാണ് ക്ലാസ് റൂം. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലേണിംഗ് ക്ലാസ് റൂമിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ ട്യൂഷൻ ലഭിക്കും. ഇങ്ങനെ നടന്ന് പോകുമ്പം അവിടെ ഒരു 2 വഴികൾ കണ്ടു. ഈ 2 വഴി ഇങ്ങനെ ആൾക്ക് പറ്റുന്ന രീതിക്ക് ആളിങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കും. അപ്പൊ എന്താണ്, ഒരു വളവ് വരെ ആൾക്ക് കാണാനായിട്ട്. മോളിപ്പില്ലതിലെ ഇൻ്റർവെൽ ലേണിങ്ങിൻ്റെ ക്ലാസ് റൂം കോഴ്സിലാണ്. ഇവിടെ കുട്ടികൾക്കില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് നൽകുന്നത്. അതായത് ഓരോ കുട്ടിയെയും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവരുടെ പഠന നിലവാരം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ക്ലാസ്സുകൾ നൽകുന്നത്. എക്സ്പീരിയൻസ്ഡ് ട്യൂട്ടേഴ്സാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കാനും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനും നല്ലൊരു അവസരവും ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈമിംഗ് ആണ്. എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്ത് പഠിക്കാൻ കഴിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പാരൻസിനും കൺവീനിയൻ്റ് ആയ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. പഠിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാലേ അത് അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. കൂടാണ്ടില്ലേ, ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അസസ്മെൻറ്റ് ടെസ്റ്റും നടത്തും. ഏത് ഭാഗത്താണ് കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത്, ഏത് ഭാഗത്താണ് നന്നായി ഏത് ഭാഗമാണ് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാനും പറ്റും. പിന്നിലെ ചാപ്റ്റർ വൈസ് എക്സാംസ്, ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടേംസ് എക്സാംസ്, വിവിധ തരത്തിലുള്ള പരീക്ഷകൾ, അങ്ങനെ എക്സാം പ്രിപ്പറേഷൻസും നല്ല രീതിയിൽ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ പഠനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പാരൻസിനും അറിയണം.
നമ്മളെ കുട്ടികളെ പഠനം എങ്ങനെ പോകുന്നതെന്ന് നമ്മൾ പാരൻസിന് അറിയണമെന്നുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടും നൽകുകയും ചെയ്യും. ആവശ്യമായ സമയങ്ങളിൽ പാരൻസ് മീറ്റിങ്ങും ഇവർ നടത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, ഓരോ കുട്ടിക്കും പഠിക്കാൻ എളുപ്പമാക്കുന്ന രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് സ്റ്റഡി മെറ്റീരിയലും കൂടി ഇവർ നൽകുന്നുണ്ട്. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, വർക്ക്ഷീറ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക് തുടങ്ങിയ പരീക്ഷയ്ക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന സ്റ്റഡി റിസോഴ്സസും ഇവർ നൽകുന്നുണ്ട്. കുട്ടികൾക്കില്ലേ പഠനത്തിൽ ഒരു നല്ല ഡയറക്ഷൻ നൽകാൻ മെൻറ്റേഴ്സ് സപ്പോർട്ടും ഉണ്ടാകും. നമ്മൾ ചിലർ ചോദിക്കുന്നതാണ് ക്ലാസ് എന്താ പറയുക നല്ലതായിരിക്കുമോ, അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇല്ലേ ക്ലാസ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ നമുക്ക് പറ്റുമേ. അപ്പം പാരൻസ് കുട്ടികളുടെ പഠനം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കാനും ഓരോ കുട്ടിക്കും വേണ്ടത്ര അറ്റൻഷൻ നൽകാനും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലേ ക്ലാസ് റൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടിയുടെ പഠനം മാത്രമല്ല, പഠിക്കാനും കോൺഫിഡൻസ് കൂടി വളർത്താനും എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് കൂടുതൽ കോൺഫിഡൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെ കുട്ടിക്കായിട്ട് ഡെമോ ക്ലാസ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിലും പിൻ ചെയ്യുക. എന്തായാലും നമ്മളെ കുട്ടികൾക്കും പാരൻസിനും യൂസ്ഫുൾ ആവും. ഇനിയിപ്പോൾ ഞാനില്ലേ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിട്ടില്ലേ 6 വിസിലായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കലാന്ന്, അരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനില്ലേ നല്ലോണം അരച്ചെടുക്കും, നമ്മൾ അരിയെല്ലാം അരച്ചെടുക്കൂലേ അതുപോലെ അരച്ചെടുത്തിട്ടാണ് ഒഴിച്ച് കൊടുക്കൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാം കൂടി ഒഴിച്ച് അതുപോലെ തന്നെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ആ ഒരു ചിക്കന് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഉടച്ചു കൊടുക്കുക. 6 വിസിലാവുമ്പോൾ ചിക്കൻ അറിയാമല്ലോ നല്ലോണം പൊടിയായിട്ട് വരും. ജസ്റ്റ് ആ ഒരു സൂപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് കടലക്കറി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ഇതെൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉമ്മില്ലേ ഭക്ഷണത്തിൽ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തേ. എന്തെങ്കിലും ഉമ്മാക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഉമ്മ പനീർ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഗ്രീൻ പീസ് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിപ്പം ഞാനങ്ങനെ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുത്തുന്നുണ്ട്, ഇടയ്ക്കെല്ലാം ഞാൻ പറഞ്ഞിരുത്തുന്നുണ്ട്. അതുപോലത്തെ ഒരു കറിയാണിത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിനിടയിലേ നമ്മുടെ നൂൽപുട്ടും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഏകദേശം എല്ലാം റെഡിയായി. ഇനിയിപ്പം മുഹമ്മദിനെ കുളിപ്പിക്കണം. എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് വലുതായില്ലേ ഇപ്പോഴും കുളിപ്പിക്കലുണ്ടോ എന്നെല്ലാം. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടിയല്ലേ, നമ്മൾ ഇടയ്ക്കെല്ലാം കുളിപ്പിക്കണം എന്തായാലും. കാര്യം നമ്മൾ കുട്ടികളെ ചെറുതല്ലേ, അവർക്കൊരു 10 വയസ്സ് വരെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർ സ്വന്തമായിട്ട് ചെയ്യും, എന്നാലും ഡെയിലി കുളിപ്പിച്ചിട്ടില്ലെങ്കിലും സ്കൂളിൽ ഇട്ടിട്ട് വന്നാലെല്ലാം ഒന്നും നമ്മൾ തേച്ചരച്ച് കുളിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ കുളിപ്പിച്ചാൽ ആ കുട്ടികൾക്ക് നല്ല വൃത്തി ഉണ്ടാവുക. നമ്മൾ വീട് മാത്രം വൃത്തിയാക്കിയിട്ട് പോരാ, നമ്മുടെ ബോഡിയും കൂടി വൃത്തിയാവണ്ടേ. എന്തായാലും കുട്ടികളുടെ മുഖത്ത് ആ ഒരു പുറത്തു പോയ ചളിയും കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് നഖം വെട്ടി കൊടുക്കേണ്ട ദിവസം ഉണ്ടാവും. അതുപോലെ തന്നെ കാലൊന്നും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് കഴിഞ്ഞാൽ അവർ ശരിക്കും കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ പഠിക്കൂല. അപ്പം നമ്മളും കൂടി ചെയ്ത് കൊടുക്കുക. അവർക്ക് ആ കുളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രഷ്നെസ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. അപ്പം ഇല്ലേ നമ്മൾ വീടും പരിസരവും മാത്രം വൃത്തിയാക്കി നമ്മുടെ ബോഡി വൃത്തിയായിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവില്ല. കുളിയും കൂടി അടിപൊളിയായിരിക്കണം നമ്മളത്. അപ്പോൾ ഇല്ലേ ഒരു 2-3 ദിവസം കൂടുമ്പോൾ നല്ലോണം തേച്ചരച്ച് സ്ക്രബ് ചെയ്ത് അങ്ങനെയെല്ലാം കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാനില്ലേ ഡെയിലി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ കുളിപ്പിക്കലുണ്ട്. സ്കൂളിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ അഥവാ കുളിച്ചാലും ഞാൻ വൈകുന്നേരം എന്തായാലും അവൻ്റെ കാലും എല്ലാം ഉരച്ചു കൊടുത്തിട്ട് ഒന്ന് കുളിപ്പിക്കലുണ്ട്. കാര്യം അത് നമ്മൾ പാരൻസ് നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മളൊരു 10 വയസ്സ് വരെയെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം, എല്ലാവർക്കും ഈ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. അഥവാ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ഒരു മാസം നമ്മളെ കുട്ടികളെ കുളിപ്പിക്കാണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കഴിഞ്ഞാൽ അവരെ സ്കിന്നിൻ്റെ കളറെല്ലാം ഒന്ന് ഡള്ളായി എന്താ പറയുക എന്തുപോലെ ഒരു പൊടി പിടിച്ച പോലെ ഫീൽ ചെയ്യൂലേ. അതുപോലെ ഓയിൽ മസാജ് ചെയ്തിട്ട് അങ്ങനെ അതെല്ലാം ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അതിപ്പം ഓയിൽ മസാജ് ഞാൻ എല്ലാവർക്കും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. അതെല്ലാം നല്ലതാണ്. വലുതായി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഉണ്ടാവും. നമ്മൾ പാരൻസിൻ്റെ ആ ഒരു സ്നേഹം അവർ ആസ്വദിച്ച് വളർന്നോട്ടെ. നമ്മൾ ചെറുതിൽ അവരെത്രമാത്രം സ്നേഹത്തോടെ വളർത്തുന്നു അത്രമാത്രം സ്നേഹം അവർ വലുതായി കഴിഞ്ഞാൽ തിരിച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അതെല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർ പാരൻറ്റിങ് ഭയങ്കര ഭാരമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ, നമ്മളെ മക്കളല്ലേ, നമുക്കത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. നമ്മൾ പ്രായമാകുമ്പം ഇങ്ങനെ
നമ്മൾ ശരിക്കും കുട്ടികളെ ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക വയസ്സാവുമ്പം. നമുക്ക് വാശി ഉണ്ടാവും, നമുക്ക് ഒറ്റയ്ക്ക് കുളിക്കാൻ കഴിയൂല. അങ്ങനത്തെ ഉള്ള സമയത്ത് നമ്മളെ കുട്ടികളെ നമ്മൾ ചെറുതിലെങ്ങനെയാണോ നോക്കിയേ അതുപോലെ ഇരിക്കും അവർ നമ്മളെ നോക്കുക. അങ്ങനെ നോക്കാത്തവരുണ്ടാവും എന്ന് പറയലുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ മക്കൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ നോക്കിയാൽ അതുപോലെ നമ്മളെ നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പിന്നെന്താ, ഇതിനെ നീ എതിർത്ത് പറയണ്ട, ഒരാളുടെ വിശ്വാസമല്ലേ, ഇതെൻ്റെ വിശ്വാസം. അങ്ങനെ പിന്നില്ലേ അതിനിടയിൽ ഞാൻ ക്രീം പീസ് കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് തിളച്ച് വന്നു. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നുപോയിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഒലീവ് ഓയിലിൽ കടുകിട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ പുറത്ത് പോകാൻ നിന്നിട്ടില്ല. പുറത്ത് കറിവേപ്പിലുണ്ട്. പോയി കഴിഞ്ഞാൽ താമസിക്കും. അവർക്ക് കൃത്യ ടൈമിന് പോകാൻ കഴിയില്ല. ഇക്കാൻ്റെ കൂടെയാണ് പോകുക. ഇക്കാൻ്റെ കൂടെയാണ് രാവിലെ പോകുക. കാര്യം ഈ ബസ് കുറച്ച് എന്താ പറയുക, നമ്മൾ റോഡ് വരുന്നത് കുറച്ച് അങ്ങോട്ടാണ്, നമ്മൾ ഉൾഭാഗത്താണ് വീട്. റോഡ് ഉണ്ട് എന്നാലും ബസ് മെയിൻ റോട്ടിലാണ് വരുന്നത്, സ്കൂൾ ബസ്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നായെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് പേടിയാണ് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇക്കാൻ്റെ കൂടെയാണ് ഞാൻ പോക്ക്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈയും, ചിക്കൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കന് കഴിക്കാത്ത കുട്ടികൾ കഴിക്കുവേ. എൻ്റെ മോനൊന്നും ചിക്കന് കഴിക്കൂല, വലിയ പീസ് ചിക്കനൊന്നും കഴിക്കൂല. ഓനക്ക് മെയിനായിട്ട് എന്താ പറയുക, അവന് എന്താ പറയുക പല്ലിൽ വേദനക്കും, അല്ലാന്നുണ്ടെങ്കിൽ പല്ല് വേദന എടുക്കും. അല്ല, ഇങ്ങനെ ഹാർഡാകുമ്പം ചില കുട്ടികൾ അത് ചവക്കാണ്ട് നിൽക്കുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് മുഹമ്മദിനുണ്ട്, എൻ്റെ മൂത്ത മൈസക്കെല്ലാം ഉണ്ടായിട്ടുണ്ടതിനെ. ചിക്കന് കഴിക്കൂല അവർ, കറി മാത്രം കൂട്ടലാന്ന്. ആദ്യം ഈ ഒരു ഏജിലെല്ലാം, മുഹമ്മദിൻ്റെ ഏജിലെല്ലാം. പിന്നെ ഞാനിപ്പം മുഹമ്മദ് കഴിക്കാൻ വേണ്ടിക്ക് ഞാൻ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കലാന്ന്. അന്നേരം കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാവർക്കും കൂടി എന്താ പറയുക, എല്ലാവർക്കും കൂടി വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു പ്ലേറ്റിൽ തന്നെയാണ്. കുറേ പ്ലേറ്റ് ഒന്നും രാവിലെ ആക്കാൻ നിൽക്കില്ല. ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വായിലിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എളുപ്പപ്പണിയാണ് ചെയ്യൽ. കുട്ടികൾക്ക് അത് സന്തോഷമായിരിക്കും, നമ്മളെല്ലാവർക്കും അത് സന്തോഷമായിരിക്കും. എന്നാൽ കുറേ പ്ലേറ്റും പാത്രങ്ങളാവുകയും ചെയ്യില്ല. രാവിലെ ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. എന്തായാലും തിരക്കായിരിക്കും, കിച്ചൺ അലങ്കോലാവും. എൻ്റെ അതങ്ങനെ ഭയങ്കരമായിട്ട് അലങ്കോലമൊന്നും ആവില്ല. കാര്യം ഞാനില്ലേ ഓരോ സമയത്തുള്ള പാത്രം നേരെ കഴുകി വെക്കും. പിന്നെ ലാസ്റ്റ് നിമിഷം ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം 3 പ്ലേറ്റ് എടുക്കുന്നതിൽ പകരം ഒരു പ്ലേറ്റിൽ എല്ലാവർക്കും കൂടി വാരി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പണി ഫ്രീ ആവൂലെന്നാണ് ഞാൻ ചിന്തിക്കലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കുട്ടികളും ഒക്കെയും എല്ലാം പോയി. ഇതൊക്കെ ഈ ഒരു മരയിലെ, ഈ ഒരു ചെടിയിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. കാര്യം ഇതൊരു ഫിൽറ്റർ ഇട്ട കളർ പോലത്തെ ഒരു കളറാണ്. നല്ല രസമില്ല ഈ ഒരു ഇലകൾ കാണാൻ വേണ്ടിക്ക്. അതിലൊരു പക്ഷി വന്നിട്ട് ഇരുന്നിട്ട് കണ്ടേരം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. സാധാ ഒരു ലീഫിൻ്റെ കളറല്ല ഇതിന്, ഒരു ഫിൽറ്റർ ഇട്ട പോലത്തെ ഒരു ഫീലാണ് ഇതിനുണ്ടാവുക, ഈ ഒരു ലീഫിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം നല്ല ഫീലാണ്. മാഷാ അല്ലാഹ്. അതിനിടയിൽ അതേ കളറിലൊരു പക്ഷി വന്നിട്ട് ഇരുന്നിട്ട് കണ്ടേരം നല്ല രസമുണ്ടായിട്ടുണ്ടായിന്. അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ കണ്ടേരം ഞാൻ വിചാരിക്കലാണ് കുഞ്ഞു പക്ഷികളെ വാങ്ങണമായിരുന്നു. എൻ്റെ മുമ്പിലത്തെ കൂടില്ലേ, വീട്ടിൻ്റെ മുറ്റത്തിലെ കൂട് അറിയാം, വീട്ടിൻ്റെ മുറ്റത്തൊരു കൂടില്ലേ, അതിലിപ്പോൾ കോഴി എല്ലാലും ഇല്ലേ, ഞാൻ വേറെ കൂട് കെട്ടിയിട്ടുണ്ടായിട്ടില്ലേ. അതുകൊണ്ട് തന്നെ അതിൽ കുഞ്ഞു പക്ഷികളെ വാങ്ങിയിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയായിട്ട് ഞാൻ പോയിട്ട് എന്തായാലും വാങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനത്തെ പക്ഷികൾ എന്തായാലും അവർക്ക് പറഞ്ഞിട്ട് ജീവിക്കാനൊന്നും കഴിയൂല, അത് കൂട്ടി തന്നെയാണ് ഉണ്ടാവുക. അപ്പം വാങ്ങിയിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മുട്ട, ഒരു ദിവസം ഒരു മുട്ട ഇടും ഒരു കോഴി, പിന്നെ പിറ്റേ ദിവസം ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിന്. എന്നോട് കുറേ നാളായി ചോദിക്കുന്നത് കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്കത് വിരിയിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പിന്നില്ലേ ഞാൻ ബുഹൂർ എന്നിട്ട് എല്ലാവരും പോയില്ലേ, ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ രാവിലെ എനിക്ക് ബുഹൂറൊന്ന് കത്തിക്കാൻ ടൈം ഇല്ലായിട്ടല്ല, ഇന്ന് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി നിന്ന് പിന്നെ കുറച്ച് മുറ്റത്തെല്ലാം നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബുഹൂർ കത്തിച്ചിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ബ്രദർ വന്നേരം കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ എന്താ പറയുക, സൗദിയിൽ പോയാലും ഉംറക്ക് പോയില്ലേ അന്നേരം വാങ്ങിയതാണ്. ഈ 3 ഐറ്റംസും നല്ല സ്മെല്ലുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരില്ല, എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ആമസോണിൽ അവൈലബിൾ ആണെന്നോ നമുക്കറിയില്ല. പക്ഷെ ആ ചാർക്കോൾ ആമസോണിൽ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ എന്നെല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ 3 നല്ല സ്മെല്ലാണ്. നമുക്ക് അധികം എല്ലാ സ്മെല്ലും
ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അത് പെർഫ്യൂമിലായാലും എനിക്ക് പെട്ടെന്ന് തലവേദന വരും. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എടുക്കലുള്ളൂ. പക്ഷേ ഇത് മൂന്നും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ദുബായിൽ നിന്ന് ഉണ്ടാകുന്നതാണ് രണ്ടും. മറ്റേത് ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലായിടത്തും ഉണ്ടാവും. ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുഹൂറെല്ലാം കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, അടിപൊളിയാണ്. ഇത് 3 അടിപൊളിയാണ്, നിങ്ങൾ വാങ്ങിക്കോ. അങ്ങനെ പിന്നെ ചാർക്കോൾ ഇത് ആമസോണിൽ നിന്ന് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് എൻ്റെ ബ്രദറിനെ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങി തന്നതാണ്. നമ്മൾ നാട്ടിൽ കിട്ടൂല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നാട്ടിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് ഇടയ്ക്ക് ഡെയിലി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് എന്താ പറയുക, ഒരാഴ്ചയിൽ 2 ദിവസം വെള്ളിയാഴ്ച എല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും. പിന്നെ നമ്മൾ ഡ്രസ്സിനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റിനും വീടിനെല്ലാം ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടാവില്ല. ഇപ്പം മഴക്കാലത്തിലുണ്ടാവുന്ന അതൊന്നും ഉണ്ടാവില്ല. വീട് എപ്പോഴും നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിന്. ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ടേ. പിന്നെ ഈ ഒരു കത്തിക്കുന്ന ഐറ്റില്ലേ, അതും ഞാൻ ഉംറക്ക് വരം വാങ്ങിയതാണ്. ഇതും ആമസോണിൽ തന്നെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്ക്, എന്തായാലും കിട്ടുമായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എനിക്കൊരു കപ്സിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക് ഞാൻ കിച്ചണിലേക്ക് പോലാണ്. ഞാനിത് ലാസ്റ്റ് ചെയ്ത വീഡിയോ കപ്സിൻ്റെ റെസിപ്പി തന്നെയാണ്. ബസ്മതി റൈസ്, സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുക്കൽ. ഇതിപ്പോൾ ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് റൈസായാലും കുഴപ്പമൊന്നുമില്ല. സെല്ല റൈസ് എടുത്തുകൊണ്ട് തന്നെ ഞാനിതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ 250 ml കപ്പിൽ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലേ ഒരു 5 മിനിറ്റെല്ലാം കുതിർത്തി വെച്ചാൽ മതി. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 30 to 45 മിനിറ്റ് വരെ നല്ലോണം കഴുകിയിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ടില്ലേ വെള്ളത്തിൽ കുതിർത്ത് വെക്കലാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം അങ്ങ് ചെയ്ത് വെക്കുക, സെല്ല റൈസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കപ്സ മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിക്ക് മല്ലി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഐറ്റംസും പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലി, മുളക് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വറുത്തിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാ ഐറ്റംസും പൊടിച്ചിട്ട് സൂക്ഷിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറേ ടൈം ലാഭമൊന്ന് പൊടിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഞാനിതാ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി. പാപ്രിക്ക പൗഡറാണ് വേണ്ടേ, ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഹാഫ് ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, ക്യുമിൻ സീഡില്ലേ, അത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിറയെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി വേണം, ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്സ മസാല റെഡിയാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറാമ്പ്, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഗരം മസാലക്ക് പകരം ഈ മുഴുവനായിട്ടുള്ള മല്ലി, മുളക് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ കുറച്ചുകൂടി ഈസി ആയിരിക്കും, നമുക്ക് മടി ഉണ്ടാവില്ല ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. പൊടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് നിങ്ങൾക്കില്ലേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ച് നാൾ പെട്ടെന്നെല്ലാം കപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു കപ്സിൻ്റെ സ്മെല്ല് വരും. ഇവിടെ കപ്സ മസാല റെഡിയാവും. അപ്പോൾ മസാല എല്ലാം റെഡിയായി. ഇനിയിപ്പം കുറച്ച് ഐറ്റംസും കൂടി റെഡിയാക്കി എടുക്കണം. നമുക്കില്ലേ എല്ലാം റെഡിയാക്കിയിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ഞാനിതാ 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കുത്തി അരിയണം കേട്ടോ. അതുപോലെ തന്നെയില്ലേ 5-10 പച്ചമുളക്, എന്താ പറയുക, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 8-5 എല്ലാം എടുക്കുക. ഞാനിപ്പോൾ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്.
ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും, വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഏലക്ക, പട്ട, കറാമ്പ് വേണം. അതുപോലെ തന്നെ ഡ്രൈ ലെമൺ വേണം. അത് 2 എടുത്തിട്ടുണ്ട്. ഏലക്കയും പട്ടയും കറാമ്പെല്ലാം കുറച്ച് മാത്രം മതി. ബേ ലീഫും വേണേ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാത്തതാണ്. പിന്നെ ഇതാ ഞാനില്ലേ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 3 മതിയാവും. എന്നിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം ജ്യൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കപ്സ റെഡിയാക്കി തുടങ്ങാം. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 3-4 കറാമ്പു, 3-4 ഏലക്ക, 2-3 കറാമ്പു, അതുപോലെ തന്നെ ഒരു ബേ ലീഫും, അതുപോലെ തന്നെ ഒരു പട്ടയും എല്ലാം കൂടിയിട്ടില്ലേ അതിൻ്റെ റോസ് സ്മെല്ലും മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യുമിൻ സീഡ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറിയ ശേഷിയില്ലേ ഞാനിതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ 2 ഉള്ളി, മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അരി കുറവാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 1 ഉള്ളി മതിയാവേ. ഒരു 2 കപ്പ് അരിക്കെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഉള്ളി മതിയാവും. ഞാനിപ്പോൾ 4 കപ്പ് അരിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുക്കായിട്ട് വന്നാലില്ലേ ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനൊരു ചിക്കന് 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി പീസായിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കറി പീസായിട്ടെല്ലാം ചിക്കൻ എടുക്കുക. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പം 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രസ്റ്റ് പീസ് 2 എണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് റൈസ് ആകുമ്പം കുറച്ച് ചിക്കന് വേണം. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. ചിക്കൻ എത്രമാത്രം ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ടേസ്റ്റും കൂടും. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റി ഇനി അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ വലിയൊരു ഉരുളിയിലെല്ലാം ഉണ്ടാക്കലാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പം ഇല്ല, എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് ഇവിടെ ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ റെഡിയാക്കിയത്. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ ഒരു കപ്സ മസാല റെഡിയാക്കിയിട്ടില്ലേ അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി ബാക്കി മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. കാര്യം മറ്റേതില്ലേ കുറച്ച് മാറ്റി വെക്കണം. കാര്യം ഇത് നമുക്ക് ചിക്കന് വെന്ത് കഴിഞ്ഞാൽ ചിക്കനിൽ പുരട്ടിയിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് മസാല മാറ്റി വെക്കണം. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതിലേക്കില്ലേ ഡ്രൈ ലെമണും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകില്ലേ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇതിൽ കിടന്നിട്ട് വെന്തിട്ടില്ലേ നമ്മൾ ചോറെല്ലാം കഴിക്കുന്ന സമയം ആ ഒരു പച്ചമുളകും കൂടി ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്ക് ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. അത് നമ്മൾ അരി കുതിർക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മളൊരു 45 മിനിറ്റ് എല്ലാം അരി കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൊടുത്തോ. അല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വെച്ച് കൊടുക്കുക. ഓൾറെഡി ഈ ഒരു ചിക്കന് വേവുമ്പില്ലേ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുക. നമ്മൾ ടൊമാറ്റോ പേസ്റ്റിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ അതെല്ലാം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാനില്ലേ ഈ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി മാത്രം ജസ്റ്റ് ഒന്ന് ചിരണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്തി വെച്ചിട്ടൊന്ന് തൊലി മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഞാനിപ്പം 4 കപ്പ് അരിയല്ലേ എടുത്തേ. അപ്പം 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പില്ലേ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ റൈസിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം റൈസിലേക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു ടൈമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഒരു 80% മാത്രം വെന്താൽ മതിയാവും. ബാക്കി നമ്മൾ ഫ്രൈ ആക്കുമ്പം വെന്തോളും കേട്ടോ. സാധനമായിട്ട് ഞാനിതിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും മാത്രം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പം 2 കളറിലെ ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറേബ്യൻ കപ്സയിലെ ഈ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കലുണ്ട്. അധികം ആൾക്കാരും ചേർത്തിട്ട് കാണലില്ല. പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയ കേട്ടോ, നിർബന്ധമില്ല. നിങ്ങൾ ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കപ്സ റെഡിയാക്കി എടുക്കാണ്ടിരിക്കണ്ട. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിനാൽ ഈ റൈസിന് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഞാൻ അടച്ച് വെച്ച് വേവിക്കലാന്ന്. ചിക്കന് വേവുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനില്ലേ നേരത്തെ ഒരു മസാല മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടില്ലേ മിക്സ് ആക്കി എടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് ചിക്കന് കോരി മാറ്റിയിട്ട് ഇത് പുരട്ടി കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിക്ക്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ട് നല്ലോണം എന്താ പറയുക ഫുള്ളായിട്ട് കുക്കാകണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പം ചിക്കന് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു 80% മാത്രം ചിക്കന് കുക്കായാൽ മതിയാവും. അപ്പോൾ വെന്ത് വന്ന ചിക്കനിൽ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരുപാട് പാത്രം ആക്കണ്ട, മുളകെല്ലാം മിക്സ് ആക്കാനെന്ന് വിചാരിച്ചിട്ടാണ് ആ വറുത്ത പാനിൽ തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. കുക്കിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ പാത്രത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകി വെക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അധികം അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാം. അപ്പോൾ ഇതെല്ലാം ചിക്കനും ഞാൻ കോരി മാറ്റിയ ശേഷിയില്ലേ കഴുകി ഊറ്റിയെടുത്ത റൈസ്, നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത റൈസില്ലേ അത് വെള്ളം മൊത്തത്തിൽ കളഞ്ഞ് ആ റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമൊന്നും വേണ്ടേ. പക്ഷേ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർത്ത് കൊടുത്തിട്ടില്ലേ അതും ചിക്കൻ്റെ വെള്ളമെല്ലാം കൂടിയിട്ട് ഒരു 1/2 കപ്പ് 3/4 കപ്പോളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് ഞാനിപ്പോൾ 4 കപ്പ് അരിയല്ലേ എടുത്തേ, 6 കപ്പ് അരി വേണ്ട, 6 കപ്പ് വെള്ളം വേണ്ട, ഒരു 5 കപ്പ് വെള്ളം മതിയാവും. ബാക്കിയുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് മാത്രം റൈസ് ഇടുക. റൈസ് ഇട്ട ശേഷം നമ്മുടെ കൈവിരലുണ്ടാവില്ലേ അത് ഒന്ന് എന്താ പറയുക അതിൻ്റെ 1 ഇഞ്ച് ഉണ്ടാവില്ലേ 1 ഇഞ്ച് വെള്ളം മാത്രം പൊങ്ങി നിന്നാൽ മതിയാവും കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുമ്പം നമ്മുടെ കപ്സ റെഡി ആവുക. അതിനിടയിൽ ഞാൻ ചിക്കനിലേക്ക് മുളക് മസാലയില്ലേ പറ്റി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവണിൽ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറോ അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കുക. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെക്കുന്ന ടൈമിലല്ലേ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാന്ന് അറിയോ, അടിപൊളിയാണ്. ഇത് ഓപ്പണാക്കുമ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ആ ഭംഗി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സാക്കും മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനെല്ലാം വെച്ചിട്ട് ഒന്ന് തംബ്നെയിലിന് വേണ്ടിക്കൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ടിയിൽ അല്ലാന്നുണ്ടെങ്കിലും ഫ്രൈഡേസിലെല്ലാം സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാം പണ്ട് മുതൽ ഫ്രൈഡേസ് ഒന്ന് സ്പെഷ്യലാക്കലുണ്ട്. എന്താ പറയുക വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് നിൽക്കാണ്ട് ഈ ഒരു കപ്സ റെസിപ്പി എന്തായാലും ചെയ്ത് നോക്ക്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു തംബ്നെയിലിന് വേണ്ടി പിക്കും കാര്യങ്ങളെല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഇത് ചൂടോടെ സെർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. ഞാനിപ്പോൾ ഇത് ചൂടോടെ തന്നെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിൽ മുളകും ആ ഒരു ക്യാപ്സിക്കും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റെഡ് ക്യാപ്സിക്കെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം
അതുപോലെ തന്നെ അത് ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്കും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് കബ്സ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഇനി ഞാനിത് സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വ്ളോഗ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോക്കുക. അതുപോലെ തന്നെ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിനി. അതിന് റീപ്ലൈ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. കുറേ ആൾക്കാർക്ക് റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിന്, റിപ്ലൈ തരാത്തവർക്ക് സോറി. അങ്ങനെ ദണ്ടില് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ കബ്സ റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനിയിപ്പം ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടും കാണിക്കാം. ഇതിൽ റൈസിൽ ഭയങ്കര ഫ്ലേവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടോന്ന്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതാരെ ഉണ്ടാക്കിയെന്ന് ചോദിക്കൂലേ, അത്ര അടിപൊളിയായിട്ടോന്ന്. ഇപ്പം ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കലാണ്. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് മിന്നാങ്ങാനുമാണ്. കണ്ടവരല്ലേ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിനെ. ഭയങ്കര ഇഷ്ടമായിനി, ഹസ്ബൻഡിനും മക്കൾക്കെല്ലാം ഇഷ്ടമായിനി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് റെസിപ്പി കാണാൻ ഇഷ്ടം കുറവായിരിക്കും, വ്ളോഗായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയത്. അങ്ങനെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഇനിയിപ്പില്ലേ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഏകദേശം പണിയെല്ലാം തീരാനായും ജസ്റ്റ് വെറുതെ വീഡിയോ ഇട്ടിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിക്ക് വീഡിയോ ഇടുന്ന പോലെ ആയിപ്പോവും. ഞാനത് ഫുള്ളായിട്ട് പൂർത്തിയാണ്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കി തന്നു കഴിഞ്ഞാൽ, കാര്യം എല്ലാം പൂർത്തിയായി കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലല്ലേ പിന്നെയും ഏകദേശമെങ്കിലും മനസ്സിലാവുക. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത. ഇതിപ്പില്ലേ നമ്മളെല്ലാവരും കൂടി ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് ടിവിയും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പുറത്ത് പോക്കാന്ന്. അങ്ങനെ പിന്നെന്താ, ഇൻഷാ അല്ലാഹ് വീടിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോൾ ഞാൻ ഷെയർ ആക്കാം. പിന്നെ ഞങ്ങൾക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്യും. ഇർഫാന ഫാസ്റ്റായിട്ട് ഇർഫാനാൻ്റെ വീട്ടിലത്തെ ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, പുതിയ വീട് എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഹൈലൻഡിൻ്റെയും എന്താ പറയുക പിന്നെ കോട്ടയാട് കാര്യങ്ങൾ എല്ലാം യൂസ്ഫുൾ ആണോ, നല്ലതാണോ, ഏതാ വിൻഡോസും കാര്യങ്ങളും നല്ലത്, അങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് ഒരു കമൻറ്റ് ഉണ്ട് അർജൻറ്റായിട്ട് ചെയ്യണം, എൻ്റെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇല്ല ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ മറന്നിട്ടില്ല, അത് ഞാൻ എന്തായാലും ചെയ്യും. അടുത്ത വീഡിയോ മാക്സിമം ഞാനത് ചെയ്യാൻ നോക്കും കേട്ടോ. കാര്യമില്ലേ ഇപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ എനിക്ക് ഗാർഡൻ ക്ലീനിങ് നാളെ കിട്ടുന്നേ ഇല്ല. ഗാർഡൻ മൊത്തം മോശമായിട്ടുള്ള മൊത്തം പുല്ലും കാര്യങ്ങളെല്ലാം നിറഞ്ഞിട്ട് ഞാൻ ഗാർഡൻ കട്ട് ചെയ്യുന്ന ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. അവരാകുമ്പം ഒരു ദിവസം ഫുൾ ഗാർഡൻ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വളവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് പോവും. ഒരു 7,000-8,000 രൂപയാണ് ഫുൾ ചെയ്യാൻ വേണ്ടിക്ക് ഒരു ദിവസത്തേക്ക് അവർ പക്ഷെ അതിനനുസരിച്ച് വളവും കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ചെയ്തു തരും. 2 മാസം കൂടുമ്പം അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യമില്ല, എനിക്ക് പെട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഴയ്ക്ക് മുമ്പേ കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴ ആയിക്കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യാൻ വരില്ല, കാര്യം അവർക്ക് കട്ട് ചെയ്യാൻ കഴിയൂല എന്നാണ് പറയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുറ്റം മൊത്തം അലങ്കോലമായിട്ടാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ TV വാങ്ങാനെല്ലാം പോയി എന്നെല്ലാം പറഞ്ഞിട്ടില്ല, പുതിയ വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ല, ഓവണ് ഹുഡ് കാര്യങ്ങളെല്ലാം വാങ്ങാൻ പോയൊരു ദിവസമേ. ആ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയം അതിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഇതിപ്പം വേറൊരു ദിവസം രാവിലെ നമ്മളങ്ങനെ പോലാന്നേ. വേറൊന്നുമല്ല, നമുക്ക് തലശ്ശേരിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടായിന്, അതിന് പോകണം. അത് കഴിഞ്ഞിട്ടില്ലേ എന്താ പറയുക, കോഴിക്കോട് പോയിട്ട് അങ്ങനെ ഹൈലൈറ്റ് മാളിലെല്ലാം അങ്ങനെ പോകാമെന്നെല്ലാം വിചാരിച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിനി. അപ്പം അതെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയ ദിവസമേ. അങ്ങനെ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിനി.
നമുക്ക് ഇവിടുന്നില്ലേ നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 2.5-3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ കോഴിക്കോടേക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഞാനും നിൽക്കിയും മക്കളെല്ലാവരും കൂടിയിട്ട് പോയി. മെയിനായിട്ട് എനിക്ക് കോഴിക്കോട് മാത്രം കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. ഒന്ന് എൻ്റെ ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യൽ പണ്ട് മുതലേ. വേറൊന്നുമല്ല, എനിക്കില്ലേ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ദുബൈയിൽ ഉപ്പ എന്താ പറയുക, ഉപ്പാക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരില്ലേ, എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ ഒരു ക്ലിനിക്കിൻ്റെ പ്രോഡക്റ്റ്. അതിന് ശേഷം എൻ്റെ ഒരു 18 ഒരു 22 ആ ഒരു ഏജിലെങ്ങാനും എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിനി. ആ സമയം മുതലേ ഞാൻ ഈ ഒരു ക്ലിനിക്കിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യൽ. എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളതിൽ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ യൂസ് ചെയ്യും മുമ്പേ അത് നിങ്ങൾ ഡോക്ടറോട്, ഒരു ഡെർമറ്റോളജിസ്റ്റിനോട് കൺസൾട്ട് ചെയ്തിട്ട് അത് നിങ്ങളെ സ്കിന്നിന് ഓക്കെ ആണോ അത് മോശമാണോ എന്നെല്ലാം അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാം കേട്ടോ. എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളെ സ്കിന്ന്. പിന്നെ ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് വെളുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സ്കിന്ന് ഒന്നുകൂടി, നമ്മളുള്ള സ്കിന്ന് ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ വന്നിട്ട് പിമ്പിൾസ് വന്നിട്ടെല്ലാം ഒന്ന് മോശമാവും. അത് ഉള്ള സ്കിന്നൊന്ന് ഹെൽത്തി ആക്കുക എന്നുള്ളത് മാത്രമാണ് സ്കിൻ കെയറിൻ്റെ ഉദ്ദേശം എന്ന് അറിയുന്നത്. അങ്ങനെ സ്കിൻ കെയർ എപ്പോഴും നല്ലതാണ്. ഇടയ്ക്കൊന്ന് ക്ലീനപ്പ് ചെയ്യുക. ഞാൻ ഇടയ്ക്ക് ഫേസിലൊന്ന് ക്ലീനപ്പ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ എന്നോട് ചോദിക്കലുണ്ട് സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക്. ഞാൻ ചെയ്യാത്തതിന് മെയിൻ കാരണം ഞാൻ ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങും. എന്നിട്ട് അതിന് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നല്ലേ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നല്ലേ പറയുക. വെറുതെ ഓള് പറഞ്ഞിട്ട് പൈസ കളഞ്ഞെന്നെല്ലാം പറയൂലേ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാത്തത്. ഞാനങ്ങനെ ഇത് സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്നിട്ട് ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും, നമ്മൾ ചോദിക്കുന്ന പൈസ തരും. പക്ഷേ ഞാനത് ചെയ്യാത്തതിന് മെയിൻ കാരണം അത് ചെയ്യുന്നവരുണ്ട്, അതായത് അവർക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാൻ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതാണ്. കാര്യം എന്തായാലും എല്ലാവർക്കും ഒരേ സ്കിൻ ആയിരിക്കില്ല, ഒരേ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല ഉണ്ടാവുക. പല പ്രശ്നങ്ങളുള്ള സ്കിൻ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ക്ലിനിക്കിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. അത് ഓരോരാളുടെ സ്കിന്നിനനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോരുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് അതിന് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആയിട്ട് മാറും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാനിപ്പം പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഭയങ്കര നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. പേഴ്സണലി എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ സ്കിന്നിനത് അടിപൊളിയാണ്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് നിന്ന് കുറച്ച് പ്രൊഡക്റ്റും കൂടി വാങ്ങണം. നമ്മൾ ഇപ്രാവശ്യം ദുബൈയിൽ പോകാത്തതുകൊണ്ടില്ലേ കുറേ ഐറ്റംസ് ഞാൻ അധികം കുറച്ച് ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം യുദ്ധവും കാര്യങ്ങളിലായിട്ട് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസ് എല്ലാം തീർന്നു വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ കോഴിക്കോട് വന്നേ. അങ്ങനെ എനിക്ക് ഈ ക്യാൻഡിലും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ പറയുക, ഇത് പൊതുവെ ബാത്റൂമിലാണ് വെക്കൽ. ബാത്റൂമിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ്. ഒരുപാട് ടൈപ്പിൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർ എന്നോട് കമൻറ്റിൽ ചോദിക്കും അതെന്താ സംഭവം, അതുകൊണ്ട് ക്ലിയർ ആക്കുന്നതാണ്. അറിയുന്നവർ വിട്ടാളെ. അങ്ങനെ ഇപ്പോൾ ഈ ക്യാൻഡിലും കാര്യങ്ങളും ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും. അതുപോലെ തന്നെയല്ലേ എന്താ പറയുക, ഞാൻ ബാത്റൂമിൽ മാത്രമല്ല ഞാൻ കിച്ചണിലും, അതുപോലെ തന്നെ കിച്ചണിലല്ല സെൻട്രലിലെല്ലാം ഞാൻ കത്തിച്ച് വെക്കലുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു ഹാൻഡ് വാഷും കാര്യങ്ങളും അതും നല്ല സ്മെല്ലാണ്, നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കും നല്ലതാണ്. ഞാൻ ഈ ഹാൻഡ് വാഷൊന്നും യൂസ് ചെയ്യില്ല. എൻ്റെ ബ്രദറിൽ ഞാൻ ഹാൻഡ് വാഷെല്ലാം യൂസ് ചെയ്യുന്നതാണല്ലോ. പക്ഷേ ഞാൻ അത് വാങ്ങലില്ല. കാര്യം എനിക്ക് ഞാനങ്ങനെ അധികം ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് കൈ കഴുകുന്ന ആളല്ല. ഞാൻ സോപ്പെല്ലാം യൂസ് ചെയ്യുന്നില്ല. എന്നുണ്ടെങ്കിൽ നമ്മുടെ യാഡ്ലിൻ്റെ ഹാൻഡ് വാഷിന് അതെല്ലാം ചെറിയ പ്രൈസല്ലേ ഉള്ളൂ. അങ്ങനെ ഇതിനെല്ലാം കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷ് അങ്ങനെ എടുക്കില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു ക്യാൻഡിൽ എന്തായാലും എടുക്കലുണ്ട്. ഇതിനിപ്പോൾ ചെറിയൊരു ഓഫറും കാര്യങ്ങളും കണ്ടുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. 3000 സംതിങ്ങിൻ്റെ ആണ്. പക്ഷേ 2550 കണ്ടാലും ഞാനതങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇക്കാക്കും എനക്കും ബോഡി എന്താ പറയുക ക്രീമും കാര്യങ്ങളും അതുപോലെ തന്നെ ബോഡി വാഷും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിനി. അങ്ങനെ മക്കൾക്കും എല്ലാം എടുത്തിട്ടുണ്ടായിനി. അപ്പം മക്കൾക്കുള്ളത് സെപ്പറേറ്റ് മാറുമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരായതുകൊണ്ടില്ലേ അവർ രണ്ടാളും ഒരുപോലത്തത് എടുത്തത്. അപ്പോൾ വേറെ തന്നെ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരത് വേറെ തന്നെ പാക്ക് ചെയ്യലാന്നേ. കാര്യം ഇവിടുന്ന് ഒരുപോലത്തെ ഐറ്റംസ് എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ ഐറ്റംസ് എടുക്കുക. എന്നിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതല്ല ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനാവും അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ വേറെ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ
അപ്പോൾ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളെല്ലാം വാങ്ങി. ബോഡി വാഷ് നല്ല ഇതാണ്, നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നതിലും നല്ലത് ഇതാണ്. പക്ഷേ ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷെ പ്രൈസ് കൂടുതൽ എന്ന് പറയുമ്പം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഷാമ്പു എല്ലാം യൂസ് ചെയ്യുന്ന പോലെ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുമേ. സോപ്പാകുമ്പം പെട്ടെന്ന് തീർന്നൂലേ അങ്ങനെ. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിനെപ്പോഴും നല്ലൊരു സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആവാനെല്ലാം ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെന്താ, പക്ഷേ ഇത് ഭയങ്കര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ സ്കിന്നിനും എല്ലാം ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാവരുടെ സ്കിന്നിനും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് വാങ്ങാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ ഒരു ഷോപ്പിംഗ് ജസ്റ്റ് ഷെയർ ആക്കുന്നു മാത്രം അങ്ങനെ. പിന്നെന്താ, ഇനിയിപ്പം എല്ലാ ഐറ്റംസും ഇവിടുന്ന് വാങ്ങി. ഇതിപ്പം എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കും. കോഴിക്കോട് ഹൈലൈറ്റ് മാളാണ്. നമ്മൾ കണ്ണൂർ മാളെല്ലാം ഉണ്ട്, പക്ഷേ ഈ നൈക്കിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും അവിടെ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ല. എന്താ പറയുക, ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പ്രൊഡക്റ്റ്, അങ്ങനത്തെ ഒന്നും കിട്ടില്ല. അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് അങ്ങനെ വാങ്ങി. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ട്രൈ ആക്കുക, അതുപോലെ തന്നെ അവർക്ക് കുറച്ച് കളിക്കണമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ. ഇവിടുത്തെ ബോബ ലൈവ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നെന്ന് പറഞ്ഞിട്ട് മൈസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി. ഓളെ ഫ്രണ്ടെല്ലാം പോയിട്ടുണ്ടായിന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കയറി കുറച്ച് ഐറ്റംസ് എല്ലാം ട്രൈ ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മളിങ്ങനെ ഒരുമിച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, വീഡിയോസിലെല്ലാം കാണൂലേ ഓരോരോ സ്ഥലം ഭയങ്കര അടിപൊളി ഫുഡ് സ്പോട്ടാണ് അങ്ങനെയെങ്കിലും പറയുമ്പം നമ്മളിടയ്ക്ക് അങ്ങനെ ട്രൈ ആക്കലുണ്ട്. നമ്മളങ്ങനെ ട്രൈ ആക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. ഞാനായാലും എൻ്റെ ബ്രദറായാലും ഹസ്ബൻഡായാലും അതുപോലെ മക്കളായാലും നമ്മളങ്ങനെ ട്രൈ ആക്കാൻ പോക്കുണ്ട്. ഒരിക്കൽ പോവും അങ്ങനെ. പിന്നെന്താ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു താമരക്കുളം കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് എവിടെയാ, തളിപ്പറമ്പാണ്. എന്താ പറയുക, തളിപ്പറമ്പ് എത്തിയിട്ട് നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അത് എവിടെയാണെന്ന് പറഞ്ഞുതരും. അങ്ങനെ ആ ഒരു ഷോപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരുവേ. ഇനിയിപ്പോൾ ഇതാ ഓരോരാൾ ഓരോരോ ഫ്ലേവറാണ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതും വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ കയറിയതാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ടാണ്, ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ അറിയാമല്ലോ പ്രൈസ് കൂടുതലായിരിക്കും. എന്താ പറയുക, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിനെ. നമ്മളിങ്ങനെ വിചാരിക്കൂലേ, ചിലരെങ്കിലും പറയും ഇതെന്താപ്പാ അവിടെ ഇത്ര ചെറിയ പ്രൈസാണല്ലോ, ഇവിടെ ഇത്ര വലിയ പ്രൈസാണെന്നല്ലോ എന്നെല്ലാം നമ്മൾ കമ്പയർ ചെയ്യലില്ലേ. അതിൽ മെയിൻ അവർ പ്രൈസ് കൂട്ടിയിടുന്നതൊന്നുമല്ല കേട്ടോ. ഓരോന്നിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടിയും കുറഞ്ഞും വരുന്നതാണ്. ഇതിലിപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക, ഗൾഫിലേക്കെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സിലായാലും ഇപ്പോൾ കാഷ്യൂനട്ട് ബദാം കാര്യങ്ങളിലായാലും ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും, ചീപ്പും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്രൈസ് കൂടിയും കുറഞ്ഞെല്ലാം വരെ. അത് അധികം എന്നോട് ചോദിക്കലുണ്ട്. ഇപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം ചെയ്യുമ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാനി സൽവാറിൽ തന്നെ 850 ഉണ്ടാവും, 2000 ഉണ്ടാവും, 4000 മുകളിലുണ്ടാവും. അതുപോലെ തന്നെ ഡ്രസ്സിൽ തന്നെ പല 25,000 50,000 എല്ലാം സൽവാറിനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം അനുസരിച്ച് മാറുന്നതാണ്. അല്ലാണ്ട് ഒരാളിങ്ങനെ പ്രൈസ് കൂട്ടിയിടുക അങ്ങനെ ചെയ്യുന്നതല്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ആക്കിയതാണ്. ചിലരെങ്കിലും അങ്ങനെ പറയലുണ്ട്, അവർ ഭയങ്കര കൊള്ളലാഭം എടുക്കുന്നതാണ്, അവർക്ക് ഭയങ്കര പ്രൈസ് കൂടുതലാണെന്നല്ല. അങ്ങനെയല്ല കേട്ടോ. അതവർ വരുത്തിക്കുന്ന രീതി. ഇപ്പോൾ ചിലപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്വാളിറ്റി. കാഷ്യൂനട്ടിൽ തന്നെ വലിയ കാഷ്യൂനട്ട് ഉണ്ടാവും, ചെറുതുണ്ടാവും, ഇമ്പോർട്ട് ചെയ്യുന്നതുണ്ടാവും, എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ഇപ്പോൾ വെളുത്തുള്ളി തന്നെ വലിയ വെളുത്തുള്ളിയില്ലേ, അതെല്ലാം അതിനനുസരിച്ചുള്ള അതിൻ്റെ പ്രൈസെല്ലാം കൂടിയും കുറഞ്ഞു. അതിൻ്റെ എന്താ പറയുക, ഗുണം അനുസരിച്ച് കൂടിയും കുറഞ്ഞെല്ലാം വരുന്നതാണ്. അത് ഉണ്ടാക്കുന്ന രീതിയായാലും ഇപ്പോൾ പട്ട് സാരിയിൽ തന്നെ പലതില്ലേ. നമ്മളെല്ലാം വിചാരിക്കും 1,00,000 സാരി ഒന്നെല്ലാം ചിന്തിക്കും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അതിനുണ്ടാവും, അല്ലാണ്ട് അവർ കൊള്ളലാഭം എടുക്കുന്നതല്ല. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് എനിക്ക് ക്ലിയർ ആക്കണമെന്നുണ്ടായിട്ടുണ്ടായി. ഇനി ചിലരെങ്കിലും കമൻറ്റിൽ പറയലുണ്ട്, അല്ല അങ്ങനത്തെ എല്ലാം വിലയൊന്നെല്ലാം ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.